Really like the hospitality. And the food is too good. What is that? Boss, ചക്കയപ്പം. Yeah, I really like it. ഞാൻ ഈ അപ്പം തിന്നാൻ ഇനിയും very tasty. പിന്നെ ഈ അപ്പം അത്ര കൊള്ളൂലെന്ന് നിന്റെ ഡോണിനോട് ഹിന്ദിയിൽ പറഞ്ഞത് കേട്ടോ. കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. ചായ എങ്ങട്ടാ കൂടെയും കൊണ്ട് ഉഴവൂർ പള്ളിയിൽ ധ്യാനത്തിന് പോവാ. കൂടയിൽ എന്നതാ? കൂടയിൽ നിന്റെ തന്ത. പിളകിയല്ലയോ? പിളകി നിന്റെ അമ്മയ്ക്കാ പോടാ പറഞ്ഞോനെ. അതെ, ഈ കുഞ്ഞുങ്ങൾ അപ്പിയുടെ മൂത്രമൊഴിക്കം ചെയ്യുമ്പോ അറിയാതിരിക്കാനുള്ള മാഗി ഉണ്ടോ? അല്ല, സ്നഗ്ഗി എന്നാ ഉദ്ദേശിച്ചത്. അതിന്റെ ആവശ്യത്തുള്ളേ. ഓ, താങ്ക് യു. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബേബി ഫുഡ് എന്നാ ഉള്ളത്? ഈ പ്രായത്തിൽ ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ ഏറ്റവും അത് ഏത് വശത്തായിരിക്കണത്? ഞങ്ങൾ എടുത്തോളാം. സോറി, നീങ്ങ വന്നേ. ആദ്യം ഇവിടെ സ്റ്റോറി പറഞ്ഞു സാധനം വാങ്ങണമെങ്കിൽ. ഒന്നെങ്കിൽ 2 ടിന്ന് വാങ്ങി സ്റ്റോർ ചെയ്തൂടെ? അതെ, ഒരു കൊച്ചു കഴുത്തെ തൂങ്ങിയത് പോരാ അല്ലേ? അതല്ലെന്ന്, ഞാൻ ആ സ്ത്രീയുടെ ബാക്ക് നോക്കിയതാ. അയ്യേ, നിനക്ക് എന്നോടെങ്കിൽ വൃത്തികെട്ട ശീലം. ഇവിടുത്തെ അമ്മച്ചി സ്നേഹനിധിയും വാത്സല്യനിധിയും കാരുണ്യനിധിയും സർവോപരി കരുണാനിധിയും ഊത്ത കാശുകാരിയുമാണെന്ന്. പിന്നെ ഒരേ ഒരു മകന്റെ വിദേശ സമ്പാദ്യം. അത് പറയേ വേണ്ട. പറയണ്ട. ഇതാ ഞാനൊന്നും പറയാം. ഇവിടുത്തെ ആംസിയുടെ മകന്റെ കയ്യിൽ ലക്ഷങ്ങളുടെ കോടികളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. പാർട്ടിയെ കൊണ്ട് നേരിട്ട് വിളിപ്പിക്കുന്ന ശീലം ഞങ്ങൾ അധോലോകക്കാർക്കില്ല. മിസ്റ്റർ ചോപ്ര, എന്റെ പേര് വിളിച്ച ബാമനെ പന്നി ഞാൻ നിന്റെ പേര് വിളിക്കണ്ട. നിർത്തണ കൊലം കെട്ട തൂമകളെ. എന്താണ് ഇവിടെ? അത് അളിയാ റിസർവാ. അപ്പൊ ഇത് റിസർവ് ആണല്ലേ? വേറെ എന്ത്? എന്റെ പൊന്നളിയാ നാട്ടിക്കരുത്. ആ പെങ്കോ ചേരാന്ന് പോലും എനിക്കറിയത്തില്ല. അതൊന്നും കുഴപ്പമില്ലെന്നേ. പെണ്ണുങ്ങളുടെ കേസില് ഇങ്ങനെയൊക്കെ തന്നെയാണ് നിന്റെ പെങ്ങളോട് ഞാനും പറയാറുള്ളത്. എന്താ ഇത്ര ആലോചിക്കാൻ? നിന്റെ ബുദ്ധി സമ്മതിച്ച സൂപ്പർ ഐഡിയ. നീ പറഞ്ഞതുപോലെ 4 പെണ്ണുങ്ങളെ കൊണ്ടൊന്ന് താമസിപ്പിച്ച ഈ നാട്ടുകാരുടെ എല്ലാ സൂക്കേടും മാറും. നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ അവന്മാർ തോറ്റിട്ട് പിന്നെ എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാ പ്രിൻസിപ്പലിന് ബോധ്യമായത്. എന്ത് ബോധ്യമായി? പിള്ളേരുടെ കുഴപ്പമല്ലെന്ന്. യവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും അന്ന് ഹണിമൂണൊക്കെ പോയതാ. പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരില്ല. ജാനകിയുമായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. കണ്ണിച്ചേട്ടോ ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണിയലക്കാൻ കയറിയതാ. എനിക്കാണെങ്കിൽ 10 മിനിറ്റ് കുത്തിയിരുന്ന പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ആ സണ്ണിച്ചേട്ടന് സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പ്ലാവിന്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ, എന്നാ ഒരു നിപ്പ. നിന്റെ അപ്പനേക്കാൾ പ്രായം വരും. നമ്മുടെ കരിമലയിൽ സണ്ണിച്ച് പ്ലാവിന്ന് പോയി വടിയായത് കേട്ടല്ലോ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണുന്നു. ആദ്യത്തെ സംഭവം ഒന്നുമല്ല. എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയി. എന്നിട്ടാ കല്യാണം നടന്ന. പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പോക്കോളാം. എന്തിനാ ഓട്ടോ? ഓട്ടോ മോഹനിലെ കാർ ഇരിക്കുന്നത്. മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസ് ഇട്ട 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലമില്ല.
കയ്യിൽ മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ചു വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി?